ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നൈസ് പത്തിരിയുടെ റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ നോമ്പൊക്കെ വരായത് കാരണം നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യാണ്. പിന്നെ ഒരു കാര്യം, വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. ഞാനിപ്പോൾ 3 കപ്പ് അരിപ്പൊടി വെച്ചിട്ടാണ് പത്തിരി തയ്യാറാക്കി എടുക്കുന്നത്. അതിനായിട്ട് ഒരു കടായി സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം അളന്നെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഗ്ലാസ്സിലാണ് വെള്ളം അളന്നെടുക്കുന്നത്. അപ്പോൾ 3 കപ്പ് അരിപ്പൊടിക്ക് 4.5 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് അരിപ്പൊടിക്ക് 1.5 ഗ്ലാസ്സൊക്കെ മതിയാവും. പിന്നെ നിങ്ങൾ എടുക്കുന്ന പത്തിരിപ്പൊടിക്ക് അനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അത് എങ്ങനെ കറക്റ്റായിട്ട് എടുക്കുക എന്നുള്ളത് വഴിയെ പറയാം. പാകത്തിന് വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് നോക്കിയതിന് ശേഷം ഉപ്പൊക്കെ കറക്റ്റ് ആണെങ്കിൽ അടച്ചു വെച്ച് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നാൽ അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള 3 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർക്കുന്നതിന് മുമ്പായിട്ട് വെള്ളത്തിൽ നിന്ന് 1 ഗ്ലാസ് വെള്ളം മാറ്റി വെക്കാം. അപ്പോൾ അതെന്തിനാണെന്ന് പറയാം. പൊടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ പൊടി ആ ഒരു തിളച്ച വെള്ളത്തിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. പിന്നെ മിക്സ് ചെയ്യുന്ന ഈ ഒരു സമയത്ത് വെള്ളം കുറവാണെങ്കിൽ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളം കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് പാകാക്കിയെടുക്കാം. അപ്പോൾ കുറവില്ല എങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓരോ അരിപ്പൊടിക്ക് അനുസരിച്ചിട്ടും ചേർത്ത് കൊടുക്കേണ്ട വെള്ളത്തിൽ അളവിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് പാകത്തിന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വെള്ളം ആദ്യം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. വെള്ളം കൂടിപ്പോയാൽ കുഴച്ചെടുക്കാനൊക്കെ പ്രയാസമായിരിക്കും. അപ്പോൾ 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി പൊടിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഞാനെടുത്ത പൊടിയിൽ 1/2 ഗ്ലാസ് വെള്ളം ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ, ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇനി ഇത് മാവ് കുഴക്കാൻ പാകത്തിനുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നെ ചൂടോടുകൂടി കുഴച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ കുഴക്കാൻ വേണ്ടിയിട്ട് നല്ല തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. അങ്ങനെ ആകുമ്പോൾ പത്തിരി നല്ല സോഫ്റ്റ് ആയിട്ടൊന്നും കിട്ടില്ല. പിന്നെ പൊടി വാട്ടിയെടുത്തിട്ടുള്ള പാത്രത്തിലേക്ക് കുറച്ച് നല്ല വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് കൈയൊന്ന് നനയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ചൂടോടുകൂടി തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ഇടയ്ക്ക് കൈ വെള്ളത്തിൽ മുക്കിയിട്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കുകയും ചെയ്യാം. കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുകയില്ല. പിന്നെ മാവിൽ വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കുഴച്ചെടുക്കാനും പ്രയാസമായിരിക്കും. പിന്നെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുകയും ചെയ്യും. അപ്പോൾ വെള്ളം കൂടിപ്പോവാതെ ശ്രദ്ധിക്കുക. അപ്പോൾ നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. പിന്നെ കുഴക്കുന്ന സമയത്ത് ചെറിയ ഒരു പൊട്ടുന്ന പോലെ ഒരു സൗണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഏകദേശമൊക്കെ പാകമായിണെന്ന് അർത്ഥം. അപ്പോൾ നന്നായിട്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. ഇനി കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുത്തതിന് ശേഷം വലിയ ബോൾസാക്കി മുറിച്ചെടുത്തിട്ട് നീളത്തിൽ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇനി എല്ലാ റോളിലും വെളിച്ചെണ്ണ ചെറുതായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇനി ഓരോ റോളും എടുത്ത് അതിൽ നിന്നൊക്കെ ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ വെളിച്ചെണ്ണ ആക്കി കൊടുത്തത് കാരണം ചെറിയ ബോൾസിലൊക്കെ വെളിച്ചെണ്ണ ഉണ്ടാവും. അപ്പോൾ പരത്തിയെടുക്കാൻ നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ എല്ലാതും ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കണം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓരോ ബോൾസായിട്ട് എടുത്തിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് പ്രസ്സിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കാം. എന്നിട്ട് പൊടിയിൽ ചെറുതായിട്ടൊന്ന് തട്ടിച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം.
ഇനി അടുത്തതും ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുത്തിട്ട് പൊടിയിൽ ചെറുതായിട്ടൊന്ന് മുക്കിയിട്ട് നേരത്തെ പരത്തി വെച്ചിട്ടുള്ള പത്തിരിയുടെ മുകളിലായിട്ട് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആക്കി കൊടുത്തിട്ട് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് പത്തിരി പൊടി തട്ടിയെടുക്കുന്നത്. ചില ആളുകൾ പത്തിരിയുടെ 2 ഭാഗവും പൊടിയിൽ മുക്കിയിട്ട് കൈ വെച്ചിട്ട് 2 ഭാഗവും തട്ടി കൊടുത്തിട്ട് വെച്ച് കൊടുക്കാറാണ് പതിവ്. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് ഇതുപോലെയാണ്. കൂടുതൽ പൊടിയൊന്നും പത്തിരിയിൽ പറ്റിപ്പിടിക്കുന്നൊന്നുമില്ല. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ ബോൾസും പരത്തിയെടുക്കാം. ഇനി പത്തിരി ഒന്ന് ചുട്ടെടുക്കണം. അതിനായിട്ട് ഞാൻ പാനിലാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ പാന് നന്നായിട്ട് ചൂടായി വന്നാൽ അതിലേക്ക് ഫസ്റ്റ് പത്തിരി ഇട്ട് കൊടുക്കാം. പത്തിരി ഇട്ട് കൊടുത്തതിന് ശേഷം സൈഡിലൂടെയൊക്കെ ആവി വന്ന് തുടങ്ങിയാൽ ഫസ്റ്റത്തെ മറിച്ചിട്ട് കൊടുക്കാം. 2 പ്രാവശ്യമായിട്ടാണ് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ മറിച്ചിടൽ കഴിഞ്ഞിട്ട് പത്തിരിയുടെ മുകൾ ഭാഗത്തൊക്കെ ചെറുതായിട്ട് ബബിൾസ് വന്നാൽ രണ്ടാമതും മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ ആ ഒരു സമയത്ത് പൊങ്ങി വരുന്ന ഭാഗത്ത് ഇതുപോലെ ചട്ടുകം വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ പൊങ്ങി കിട്ടും. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള പത്തിരിയൊക്കെ ഒന്ന് ചുട്ടെടുക്കാം. ചുട്ടെടുക്കുന്ന സമയത്തും കൂടെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നന്നായിട്ട് പൊങ്ങിയിട്ട് തന്നെയുള്ള പത്തിരി തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ പത്തിരി ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ.